എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വൃശ്ചിക മാസം 1-ാം തീയതിയാണ്. സാക്ഷാൽ ശബരിമല അയ്യപ്പന്റെ നട തുറക്കുന്ന ദിവസമാണ്. അത് പ്രമാണിച്ച് ആലുവ ശിവക്ഷേത്ര പരിസരത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ഭക്തർ അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തർ വന്ന് പല നാടുകൾ, കർണാടക, ആന്ധ്ര, തമിഴ്നാട് മുതലായ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആലുവ ശിവരാത്രി മണൽപ്പുറത്ത് വന്ന് കുളിച്ച് തൊഴുതതിന് ശേഷമാണ് ശ്രീ ശബരിമല അയ്യപ്പനെ ദർശിക്കുവാനായിട്ട് പോകുന്നത്. ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളും എല്ലാം എല്ലാ കൊല്ലത്തിലും വെടിപ്പായിട്ട് തന്നെ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ദേവന്മാരുടെ ദേവനായ മഹാദേവൻ, അതായത് എല്ലാ ദേവഗണങ്ങളുടെയും ദേവനാണ് മഹാദേവൻ. അദ്ദേഹത്തെ ശിവന്റെ അച്ഛനായിട്ടാണ് ശരിക്കും ഭക്തർ മഹാദേവനെ കാണുന്നത്. അദ്ദേഹത്തെ വണങ്ങിയ ശേഷമാണ് പോകുന്നത്. ഇവിടുത്തെ എന്തൊക്കെ ആലുവ ശിവരാത്രി മണപ്പുറത്ത് എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് അയ്യപ്പ ഭക്തർക്ക് ഒരുക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോട് തന്നെ ചോദിക്കാം. വരൂ. ശിവായ, എന്താണ് പേര്? എന്താണ് ഇവിടെ? എന്താണ് ശിവന്റെ അമ്പലത്തിൽ ആലുവ? ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ആലുവ മഹാദേവൻ. ഇന്ന് വൃശ്ചികം 1 തിരക്കുണ്ടോ? അതായത് അയ്യപ്പനെ ദർശിക്കാൻ പോകുന്ന ഭക്തർ ഇവിടെ കയറിയിട്ടാണോ പോകുന്നത്? തിരക്കുണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കായിരുന്നു ഇന്ന് രാവിലെ മുതൽ. ഇവിടെ അയ്യപ്പന്മാർക്ക് എന്തൊക്കെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒന്ന് പറയാമോ? നമുക്ക് അന്നദാനം മണ്ഡപത്തിൽ അത്താഴക്കഞ്ഞിയുണ്ട്. ഭക്തർക്ക് അയ്യപ്പന്മാർക്ക് ഇഞ്ചി വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ബയോ ടോയ്ലറ്റുകൾ സൗകര്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ കടവിൽ അത്യാവശ്യം ബാരിക്കേഡ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് സേഫ്റ്റി പ്രിക്കോഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ അതായത് അയ്യപ്പ ദർശനത്തിന് എത്തണ ഭക്തർ ഓരോ വർഷം കൂടുകയാണോ കുറയുകയാണോ അങ്ങനെ എന്തെങ്കിലും അറിയാമോ? കൂടുതലായിട്ടേ ഉള്ളൂ. അപ്പം പല നാടുകളിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് പോലും ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് കുളിച്ച് തൊഴുത് പോകാറുണ്ട്. ഇവിടെ അയ്യപ്പനായിട്ട് ഈ ആലുവ ശിവരാത്രി മഹാദേവനുള്ള ബന്ധം ഒന്ന് പറയാമോ? ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ശബരിമല തീർത്ഥാടനത്തിൽ വന്ന് തൊഴുതു പോവുകയാണ്. പിന്നെ ബലികർമ്മങ്ങൾക്ക് കൂടുതലാണ് ഇവിടെ പ്രാധാന്യം. ഇവിടെ സാക്ഷാൽ ശ്രീരാമൻ തന്നെ വന്ന് ബലിയിട്ടേക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറയുന്നത്. അതാണ്. ഓക്കെ, താങ്ക് യു. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഈ നാട്ടുകാരനാണോ? അതെ, എന്റെ വീട് ഇവിടെ തന്നെയാണ്. എത്ര വർഷമായി ഇവിടെ ഓട്ടോ ഓടിക്കണേ? ഏകദേശം ഒരു 11 വർഷത്തോളമായി. എങ്ങനെയുണ്ട് ഈ കൊല്ലം വൃശ്ചികമാസം 1-ാം തീയതി ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ? വൃശ്ചികമാസം 1-ാം തീയതി ആയിട്ട് ഇവിടെ സാധാരണ വൃശ്ചികം 1-നേക്കാളും കൂടുതൽ ആളുകളാണ് ഈ ഒരു വൃശ്ചികം 1-ാം തീയതി എത്തിയിരിക്കുന്നത്. 2024 എല്ലാ ഭക്തജനങ്ങൾക്കും ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ദേവസ്വമായിട്ടും ഭജനമഠത്തിലായിട്ടും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാ കൊല്ലത്തെക്കാളും കൂടുതൽ ഭക്തരാണോ കുറവാണോ അങ്ങനെ എന്തെങ്കിലും അറിയാമോ? ഭക്തജനങ്ങൾ ഈ പ്രാവശ്യം കൂടുതലാണ്. ഭക്തർ ഇവിടെ വന്ന് കുളിച്ച് തൊഴുത് ഇവിടെ കിടന്ന് ഉറങ്ങി പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ടോ? അത് നിങ്ങൾക്ക് അറിയാമോ? ദേവസ്വം അതിന്റെ രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ കമ്മിറ്റിയും ഭക്തജനങ്ങൾക്ക് വന്നിട്ട് വീഡിയോ വയ്ക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ കുളിക്കാനുള്ള കാര്യങ്ങൾ, അതേപോലെ ബാത്റൂമും, പിന്നെ അതുപോലെ തന്നെ ലൈറ്റും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ജാതി മതഭേദമന്യേ ആലുവയില് മഹാദേവന്റെ ക്ഷേത്രത്തിൽ നിങ്ങൾ എല്ലാവരും ഈ വരുന്ന തീർത്ഥാടകർക്കൊക്കെ വേണ്ടിയിട്ട് സഹകരിക്കുക എല്ലാം ചെയ്യാറില്ലേ? ഇവിടെ അങ്ങനെ ജാതി മതം അങ്ങനെയൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. എല്ലാ മതസ്ഥരും ഇവിടെ വരാറില്ലേ? പേരെന്ന് പറയൂ. റിയാസ്. റിയാസ്, എത്ര വർഷമായി ഇവിടെ വണ്ടി ഓടിക്കണേ? ഒരു വർഷം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്തജന തിരക്കൊക്കെ? ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇവിടെ വണ്ടി ഓടിച്ചാൽ ജീവിക്കാനുള്ള വകയെല്ലാം കിട്ടും? കിട്ടും. ഓക്കെ.